കഥയിലെ മുഴുവൻ കാര്യങ്ങളും സാങ്കല്പികമാണ്. കഥ പൂർണ്ണമായും വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ചാനൽ ഒരു വിധത്തിലുള്ള അന്ധവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാറിലെ ഏറ്റവും അപകടം പിടിച്ച സാധനം ഏതാണ്? സ്റ്റിയറിംഗ് അല്ല, ബ്രേക്ക് അല്ല, ആക്സിലേറ്ററുമല്ല. അത് ഡ്രൈവറുടെ തലയ്ക്ക് മുകളിലുള്ള ആ ചെറിയ കണ്ണാടിയാണ്, റിയർ വ്യൂ മിറർ. മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിക്കുമ്പോഴും നമ്മുടെ പിന്നിലെ ഇരുട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അത് കാണിച്ചു തരും. ചിലപ്പോൾ നാം കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും അത് പ്രതിഫലിപ്പിക്കും. ആ കണ്ണാടിയിലെ കാഴ്ചകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവിടെയാണ് യഥാർത്ഥ ഭയം ഇരിക്കുന്നത്. എൻ്റെ പേര് രാഘവൻ. പ്രായം 42. തൃശ്ശൂരാണ് സ്വദേശം. കഴിഞ്ഞ 15 വർഷമായി ഞാൻ ടാക്സി ഓടിക്കുന്നു. അംബാസിഡറിൽ തുടങ്ങി ഇപ്പോൾ ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയറിൽ എത്തി നിൽക്കുന്നു. ഈ 15 വർഷത്തിനിടയിൽ രാത്രിയും പകലുമായി ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പലതരം ആളുകൾ, പലതരം യാത്രകൾ. എനിക്ക് പ്രേതങ്ങളിൽ വിശ്വാസമില്ലായിരുന്നു. അന്ധവിശ്വാസങ്ങളെ ഞാൻ എപ്പോഴും പരിഹസിച്ചിരുന്നു. യുക്തിക്ക് നിരക്കാത്തതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എൻ്റെ വണ്ടിയിൽ ദൈവങ്ങളുടെ പടങ്ങളോ നാരങ്ങയോ ചരടുകളോ ഒന്നുമില്ല. എനിക്കെൻ്റെ ഡ്രൈവിങ്ങിൽ മാത്രമായിരുന്നു വിശ്വാസം. പക്ഷേ 2015 ഒക്ടോബർ 17-ാം തീയതി രാത്രി, ആ ഒരൊറ്റ രാത്രി എൻ്റെ എല്ലാ വിശ്വാസങ്ങളെയും തകർത്തു കളഞ്ഞു. ആ രാത്രിക്ക് ശേഷം ഞാൻ ഇന്നുവരെ കാറിലെ ആ ചെറിയ കണ്ണാടിയിലേക്ക് നോക്കിയിട്ടേയില്ല. നോക്കാൻ എനിക്ക് ധൈര്യമില്ല. ഇത് ആ രാത്രിയുടെ കഥയാണ്. സമയം രാത്രി 9:30. തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ടാക്സി പാർക്കിൽ ഞാൻ എൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ വണ്ടി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഓട്ടം പോയി. ചിലർ വീടുകളിലേക്ക് മടങ്ങി. ഞാൻ ഡ്രൈവർ സീറ്റിലിരുന്ന് ഫോണിൽ പാട്ട് കേൾക്കുകയായിരുന്നു. റോഡിൽ അത്യാവശ്യം വാഹനങ്ങൾ പോകുന്നുണ്ട്. കാലാവസ്ഥ തികച്ചും സാധാരണമായിരുന്നു. മഴയില്ല. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. പെട്ടെന്നാണ് എൻ്റെ വണ്ടിയുടെ ഗ്ലാസിൽ ഒരാൾ തട്ടിയത്. ഞാൻ ഗ്ലാസ് താഴ്ത്തി. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ. നെറ്റിയിൽ വിയർപ്പുണ്ട്. മുഖത്ത് നല്ല പരിഭ്രമം കാണാം. അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കോയമ്പത്തൂർ വരെ പോകാമോ? അയാൾ ചോദിച്ചു. മലയാളവും തമിഴും കലർന്ന ഭാഷ. ഈ സമയത്ത് കോയമ്പത്തൂർക്കോ? ഞാൻ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, പ്ലീസ് അണ്ണ, എമർജൻസിയാണ്. അവിടുത്തെ KG ആശുപത്രിയിൽ എൻ്റെ ചേട്ടൻ അഡ്മിറ്റാണ്. ഹാർട്ട് അറ്റാക്ക് ആണ്. സീരിയസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് എത്രയും വേഗം അവിടെ എത്തണം. അയാളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കൂടെ ഒരു പ്രായമായ സ്ത്രീയുമുണ്ട്. അയാളുടെ അമ്മയാകണം. അവർ ഒരു ചെറിയ ബാഗും പിടിച്ച് റോഡരികിൽ നിൽക്കുകയാണ്. അവരുടെ മുഖത്തും നല്ല സങ്കടം കാണാം. എത്രയാ വാടക? അയാൾ ചോദിച്ചു. ഞാനൊരു തുക പറഞ്ഞു. സാധാരണ രാത്രികളിൽ വാങ്ങുന്നതിനേക്കാൾ അല്പം കൂടുതലായിരുന്നു അത്. അയാൾ വില പേശാൻ നിന്നില്ല. ഉടനെ സമ്മതിച്ചു. പോക്കറ്റിൽ നിന്ന് അഡ്വാൻസ് തുക എടുത്ത് എൻ്റെ നേരെ നീട്ടി. നമുക്കുടനെ പോകണം, അയാൾ പറഞ്ഞു. ഞാൻ കാറിൻ്റെ ഡോറുകൾ അൺലോക്ക് ചെയ്തു. അവർ രണ്ടുപേരും പിന്നിലെ സീറ്റിൽ കയറി. അമ്മ ഇടതുവശത്ത് ജനലിനോട് ചേർന്നിരുന്നു. മകൻ നടുവിലായിരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്വിഫ്റ്റിൻ്റെ ഡീസൽ എഞ്ചിൻ ശബ്ദമുണ്ടാക്കി ഉണർന്നു. ഞാൻ AC ഓൺ ചെയ്തു. ഫാനിൻ്റെ സ്പീഡ് 1-ൽ വെച്ചു. വണ്ടി പതുക്കെ റോഡിലേക്ക് ഇറങ്ങി. യാത്ര തുടങ്ങി. കോയമ്പത്തൂരിലേക്ക് 130 കിലോമീറ്ററോളം ദൂരമുണ്ട്. പാലക്കാട് വഴിയാണ് പോകേണ്ടത്. ദേശീയപാത 544. മണ്ണുത്തി ബൈപ്പാസ് എത്തിയപ്പോൾ വണ്ടിയുടെ വേഗത കൂട്ടി. ഹൈവേയിൽ അത്യാവശ്യം തിരക്കുണ്ട്. ചരക്ക് ലോറികൾ വരിവരിയായി പോകുന്നുണ്ട്. അവരുടെ വലിയ ചുവന്ന ടൈൽ ലൈറ്റുകൾ ഇരുട്ടിൽ തിളങ്ങി നിന്നു. ഞാൻ വണ്ടി 4th ഗിയറിലേക്ക് മാറ്റി. സ്റ്റിയറിംഗിൽ എൻ്റെ കൈകൾ മുറുകി. പിന്നിലെ സീറ്റിൽ നിന്നും കാര്യമായ സംസാരമൊന്നും കേൾക്കുന്നില്ല. ഞാൻ റിയർ വ്യൂ മിററിലൂടെ ഒന്ന് നോക്കി. ആ പ്രായമായ അമ്മ സീറ്റിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുകയാണ്. അവർ ഉറങ്ങിത്തുടങ്ങിയിരുന്നു. മകൻ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ്. തമിഴിലാണ് സംസാരം. ആശുപത്രിയിലെ വിവരങ്ങൾ തിരക്കുകയാണ്. അയാളുടെ ശബ്ദത്തിൽ ഭയമുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഫോൺ സംസാരം നിന്നു. വണ്ടിക്കുള്ളിൽ AC-യുടെ നേർത്ത ശബ്ദം മാത്രം. റോഡിലെ വെളുത്ത വരകൾ എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ തിളങ്ങി പിന്നിലേക്ക് മാഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ റേഡിയോ ഓൺ ചെയ്തു. വോളിയം വളരെ കുറച്ചു വെച്ചു. എനിക്ക് ഉറക്കം വരാതിരിക്കാനാണ്. FM റേഡിയോയിൽ ഏതോ പഴയ തമിഴ് പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. യാത്ര കുതിരാൻ ഭാഗത്തേക്ക് കടന്നു. അന്ന് കുതിരാനിൽ തുരങ്കം പണിതിട്ടില്ല. പഴയ റോഡാണ്. വലിയ കയറ്റവും കൊടും വളവുകളുമുണ്ട്. അവിടെ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ അന്നെന്തോ ഭാഗ്യത്തിന് വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ലോറികൾക്ക് പുറകിലൂടെ ഞാൻ വണ്ടി പതുക്കെ മുന്നോട്ടെടുത്തു. കുതിരാൻ ഇറക്കം കഴിഞ്ഞപ്പോൾ റോഡ് വീണ്ടും വീതി കൂടി. വടക്കഞ്ചേരി എത്തി. ഞാൻ വീണ്ടും വേഗത കൂട്ടി. 80 കിലോമീറ്റർ വേഗതയിലാണ് ഞാനിപ്പോൾ പോകുന്നത്.
കാറിന്റെ ടയറുകൾ റോഡിൽ ഉറിയുന്ന ശബ്ദം മാത്രം പുറത്തുനിന്ന് കേൾക്കാം. ഞാൻ വീണ്ടും മിററിലൂടെ പിന്നിലേക്ക് നോക്കി. മകനും ഉറങ്ങിയിരിക്കുന്നു. അയാളുടെ തല അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. എല്ലാം തികച്ചും സാധാരണമാണ്. യാതൊരു അസ്വാഭാവികതയുമില്ല. എന്റെ ശ്രദ്ധ മുഴുവൻ റോഡിലായിരുന്നു. ഇരുട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർമാരുടെ മനസ്സ് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും. ഞങ്ങൾ റോഡ് മാത്രം കാണും, ചുറ്റുമുള്ള ലോകം ഇല്ലാതാകും. വെളിച്ചം വീഴുന്ന ആ ചെറിയ ദൂരം മാത്രമാകും ഞങ്ങളുടെ ലോകം. പാലക്കാട് ബൈപ്പാസ് എത്തി. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ കോയമ്പത്തൂർ റോഡായി. അവിടെ ഹൈവേ നിർമ്മാണം നടക്കുന്ന സമയമാണ്. ചിലയിടങ്ങളിൽ റോഡ് വൺ വേ ആണ്. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിച്ചത്. സമയം രാത്രി 12:30 കഴിഞ്ഞു. റോഡിലെ തിരക്ക് ഗണ്യമായി കുറഞ്ഞു. ഇടയ്ക്ക് ചില ലോറികൾ മാത്രം കടന്നു പോകുന്നുണ്ട്. ഞാൻ റേഡിയോ ഓഫ് ചെയ്തു. വണ്ടിക്കുള്ളിൽ സമ്പൂർണ്ണ നിശബ്ദത. ഞാൻ ശ്വാസം എടുക്കുന്ന ശബ്ദം മാത്രം എനിക്ക് കേൾക്കാം. വാളയാർ ടോൾ പ്ലാസ അടുക്കാറായി. ദൂരെ നിന്ന് തന്നെ ടോൾ പ്ലാസയിലെ വലിയ ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ വെളിച്ചം കാണാം. ആ വെളിച്ചം വണ്ടിക്കുള്ളിലേക്ക് അടിച്ചു കയറി. കണ്ണഞ്ചപ്പിക്കുന്ന വെളിച്ചം. ഞാൻ വണ്ടിയുടെ വേഗത കുറച്ചു. വണ്ടി പതുക്കെ ടോൾ ബൂത്തിന് മുന്നിൽ നിന്നു. ടോൾ ബൂത്തിനുള്ളിലെ ജീവനക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു. കണ്ണുകൾ തിരുമ്മി അയാൾ എന്നെ നോക്കി. ഞാൻ ഗ്ലാസ് താഴ്ത്തി 50 രൂപയുടെ നോട്ട് അയാൾക്ക് നേരെ നീട്ടി. അയാൾ അത് വാങ്ങി കമ്പ്യൂട്ടറിൽ എന്തോ ടൈപ്പ് ചെയ്തു. ഒരു രസീത് പ്രിന്റ് എടുത്ത് എനിക്ക് തന്നു. ഞാനത് വാങ്ങി ഡാഷ്ബോർഡിൽ വെച്ചു. ബാരിയർ മുകളിലേക്ക് ഉയർന്നു. ഞാൻ ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്തു. ഞങ്ങൾ കേരള അതിർത്തി പിന്നിട്ട് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. ഇനി കോയമ്പത്തൂരിലേക്ക് അധികം ദൂരമില്ല. 1 മണിക്കൂർ കൊണ്ട് ആശുപത്രിയിലെത്താം. ഞാൻ വീണ്ടും വേഗത കൂട്ടി. ടോൾ പ്ലാസയുടെ വെളിച്ചം പിന്നിലായി. വണ്ടി വീണ്ടും കനത്ത ഇരുട്ടിലേക്ക് പ്രവേശിച്ചു. ഹൈവേയുടെ ഇരുവശത്തും വലിയ മരങ്ങളാണ്. വഴിവിളക്കുകൾ എങ്ങുമില്ല. റോഡ് നല്ല വീതിയുള്ളതാണ്. റിഫ്ലക്ടറുകൾ ഇരുട്ടിൽ തിളങ്ങുന്നുണ്ട്. അവിടെ വെച്ചാണ് അത് സംഭവിച്ചത്. വളരെ ചെറിയൊരു മാറ്റം. പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരു മാറ്റം. വണ്ടിയുടെ ഭാരത്തിൽ വന്ന ഒരു വ്യത്യാസം. എൻ്റെ നേരെ പിന്നിൽ, അതായത് കാറിൻ്റെ പിൻസീറ്റിൽ വലതുവശത്തായി ഭാരം കൂടിയതുപോലെ എനിക്ക് തോന്നി. വണ്ടിയുടെ സസ്പെൻഷൻ അവിടെ അല്പം താഴ്ന്നതുപോലെ. വളരെ നേരിയൊരു വ്യത്യാസമാണ്. എൻ്റെ 15 വർഷത്തെ ഡ്രൈവിംഗ് അനുഭവമാണ് അത് തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത്. കാറിൻ്റെ ഓരോ ചലനവും എനിക്ക് കാണാപ്പാടമാണ്. വണ്ടിയിൽ എത്ര ആളുകൾ കയറിയാലും ആ ഭാരവ്യത്യാസം സ്റ്റിയറിംഗിൽ എനിക്ക് മനസ്സിലാകും. ഇപ്പോൾ പിൻസീറ്റിൽ 3 പേർ ഇരിക്കുന്നത് പോലെയുള്ള ഒരു ഭാരം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ആക്സിലേറ്ററിൽ നിന്നും കാൽ പതുക്കെ പിൻവലിച്ചു. വണ്ടിയുടെ വേഗത അല്പം കുറഞ്ഞു. ഞാൻ മിററിലൂടെ പിന്നിലേക്ക് നോക്കി. ഇരുട്ടാണ്. ഒന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. പുറത്ത് ലൈറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്കുള്ളിൽ കനത്ത അന്ധകാരമാണ്. അമ്മയും മകനും ഉറങ്ങുകയാണ്. അവരുടെ ശരീരങ്ങളുടെ നിഴൽ എനിക്ക് കാണാം. അവർ ഇടതുവശത്താണ് ഇരിക്കുന്നത്. വലതുവശത്തെ ജനലിനോട് ചേർന്നുള്ള ഭാഗം ശൂന്യമായിരിക്കണം. പക്ഷെ ആ ശൂന്യതയിൽ എന്തോ ഒന്നുള്ളതുപോലെ എനിക്ക് തോന്നി. ഒരു ഇരുണ്ട രൂപം. അതൊരു ബാഗാണോ? അല്ല, അവർ ഒരു ചെറിയ ബാഗ് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് അമ്മയുടെ മടിയിലിരിക്കുന്നുമുണ്ട്. പിന്നെ എന്താണത്? സീറ്റിന്റെ കവറിന്റെ നിഴലാണോ? ഞാൻ കണ്ണുകൾ ചിമ്മി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. മിററിലെ കാഴ്ച അത്ര വ്യക്തമല്ല. എൻ്റെ നെഞ്ചിടിപ്പ് അല്പം വർദ്ധിച്ചു. കൈകൾ വിയർക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും വേഗത കൂട്ടി. തോന്നലാകും. ഉറക്കക്ഷീണം കൊണ്ട് തോന്നുന്നതാ. ഡ്രൈവർമാർക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഇല്ലാത്ത രൂപങ്ങൾ കാണുന്നത് പോലെ തോന്നും. ഞാൻ സ്വയം സമാധാനിപ്പിച്ചു. തിരികെ റോഡിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എതിരെ ഒരു ലോറി വരുന്നുണ്ട്. അതിൻ്റെ ഹെഡ്ലൈറ്റ് എൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചു. ഞാൻ വണ്ടി അല്പം ഇടത്തേക്ക് ഒതുക്കി. ലോറി കടന്നുപോയി. വണ്ടി വീണ്ടും ഇരുട്ടിലായി. പക്ഷേ എൻ്റെ മനസ്സ് ശാന്തമായില്ല. ആ ഭാരവ്യത്യാസം ഇപ്പോഴുമുണ്ട്. വലതുവശത്തെ ടയറുകൾക്ക് കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് പോലെ. ഞാൻ വീണ്ടും മിററിലേക്ക് നോക്കി. ഇത്തവണ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അതൊരു നിഴലല്ല, ബാഗല്ല, അതൊരു മനുഷ്യനാണ്. പിൻസീറ്റിൽ വലതുവശത്തെ ജനലിനോട് ചേർന്ന് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ബ്രേക്കിൽ ശക്തമായി കാലമർത്തി. വണ്ടി വലിയ ശബ്ദത്തോടെ റോഡിൽ ഉരഞ്ഞു നിന്നു. ടയറുകളിൽ നിന്ന് പുക ഉയർന്നു. പിന്നിലിരുന്ന അമ്മയും മകനും ഞെട്ടി ഉണർന്നു. മുമ്പിലെ സീറ്റിൽ വന്നിരിക്കാതിരിക്കാൻ അവർ സീറ്റിൽ മുറുകെ പിടിച്ചു. എന്തു പറ്റി അണ്ണാ, വല്ലതും കുറുകെ വന്നോ? മകൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ശ്വാസം അടക്കി പിടിച്ചു. ഞാൻ പിൻസീറ്റിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എനിക്കതിനുള്ള ധൈര്യമില്ലായിരുന്നു. ഞാൻ പതുക്കെ ഇടത് കൈ ഉയർത്തി വണ്ടിയുടെ റൂഫ് ലൈറ്റ് ഓൺ ചെയ്തു. മഞ്ഞ വെളിച്ചം കാറിനുള്ളിൽ നിറഞ്ഞു. ഞാൻ മിററിലൂടെ പിന്നിലേക്ക് നോക്കി. അവിടെ ആരുമില്ല.
അമ്മ ഭയത്തോടെ എന്നെ നോക്കുന്നുണ്ട്. മകൻ ജനലിലൂടെ പുറത്തേക്കും. അവർ രണ്ടുപേരും മാത്രമേ ആ സീറ്റിലുള്ളൂ. വലതുവശം ശൂന്യമാണ്. സീറ്റ് കവർ വെളിച്ചത്തിൽ തിളങ്ങുന്നു. ഞാൻ ദീർഘമായി ഒരു ശ്വാസം വിട്ടു. എന്റെ ഹൃദയം പടപടാമിടിക്കുന്നുണ്ടായിരുന്നു. എന്റെ തോന്നൽ മാത്രമായിരുന്നു അത്. എന്റെ ഭയം എന്നെ ചതിച്ചതാണ്. ഞാൻ വിയർപ്പ് തുടച്ചു. ഒന്നുമില്ല സാർ, ഒരു പട്ടി കുറുകെ ചാടി, അതാണ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത്. ഞാൻ നുണ പറഞ്ഞു. ശ്രദ്ധിച്ചു പോവണ്ണ, നമുക്ക് വേഗം എത്തണം, അയാൾ സമാധാനത്തോടെ പറഞ്ഞു. അവർ വീണ്ടും സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ഞാൻ റൂഫ് ലൈറ്റ് ഓഫ് ചെയ്തു. കാർ വീണ്ടും കനത്ത ഇരുട്ടിലേക്ക് വീണു. ഞാൻ ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്തു. എന്റെ ഭയം അല്പം കുറഞ്ഞിരുന്നു. വെറും ഒരു തോന്നലായിരുന്നു എല്ലാം. ഞാൻ ആക്സിലേറ്ററിൽ കാലമർത്തി. വണ്ടി കോയമ്പത്തൂർ LNT ബൈപ്പാസിലേക്ക് പ്രവേശിച്ചു. ഈ റോഡ് കുറച്ച് അപകടം പിടിച്ചതാണ്. ഡിവൈഡറുകളില്ലാത്ത 4 വരി പാത. രണ്ടു വശത്തും വലിയ പാടങ്ങളും ഒഴിഞ്ഞ പറമ്പുകളുമാണ്. വെളിച്ചം തീരെ എത്താത്ത പ്രദേശം. വളരെ സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കാൻ. ഞാൻ വീണ്ടും റോഡിലേക്ക് ശ്രദ്ധ നൽകി. 5ാമത്തെ ഗിയറിലാണ് വണ്ടി ഇപ്പോൾ പോകുന്നത്. നല്ല സ്പീഡുണ്ട്. AC-യുടെ തണുപ്പ് എന്നെ ശാന്തനാക്കി. പെട്ടെന്നാണ് ആ മാറ്റം എനിക്ക് വീണ്ടും അനുഭവപ്പെട്ടത്. വണ്ടിക്കുള്ളിലെ താപനില പെട്ടെന്ന് കുറഞ്ഞു. AC-യുടെ തണുപ്പല്ലാതെ അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്ന ഒരു പ്രത്യേക തരം തണുപ്പ്. എന്റെ കൈകളിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഡാഷ്ബോർഡിലെ AC-യുടെ നോബ് ഞാൻ നോക്കി. അത് ഒന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇത്ര തണുപ്പ് വന്നു? ഞാൻ അറിയാതെ വീണ്ടും റിയർവ്യൂ മിററിലേക്ക് നോക്കി. ഞാൻ ഭയന്ന് വിറച്ചുപോയി. ആ രൂപം വീണ്ടും അവിടെയുണ്ട്, വലതുവശത്തെ ജനലിനോട് ചേർന്ന്. ഇത്തവണ അതൊരു നിഴലായിരുന്നില്ല, വളരെ വ്യക്തമായൊരു രൂപം. ഒരു പെൺകുട്ടി, 20 വയസ്സ് തോന്നും. ഇരുണ്ട നിറമുള്ള വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. മുടി അഴിച്ചിട്ടുണ്ട്. കാറിനുള്ളിൽ AC-യുടെ കാറ്റ് വീശുന്നുണ്ടെങ്കിലും അവളുടെ മുടിയിഴ ഒരല്പം പോലും അനങ്ങുന്നില്ല. അവൾ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. സ്റ്റിയറിംഗിൽ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ. വണ്ടി പാതയുടെ നടുവിലേക്ക് തെന്നി മാറി. എതിരെ വന്ന ഒരു ലോറി ഉച്ചത്തിൽ ഹോൺ മുഴക്കി. ഞാൻ പെട്ടെന്ന് വണ്ടി വെട്ടിച്ചു മാറ്റി. കഷ്ടിച്ചാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്റെ ശ്വാസം വേഗത്തിലായി. ഇത് തോന്നലല്ല, ഇത് മിഥ്യയല്ല. എന്റെ കാറിൽ 4ാമതൊരാളുണ്ട്. അവൾ എപ്പോഴാണ് വണ്ടിയിൽ കയറിയത്? ടോൾ പ്ലാസയിൽ വെച്ചാണോ? അല്ല, അവിടെ വണ്ടി നിർത്തിയപ്പോൾ ആരും കയറിയിട്ടില്ല. വാതിലുകൾ തുറക്കുന്ന ശബ്ദമൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഡോറിൽ ലോക്കാണ്. പിന്നെ അവളെങ്ങനെ കാറിനുള്ളിൽ വന്നു? ഞാൻ മിററിലേക്ക് തന്നെ നോക്കി ഇരുന്നു പോയി. റോഡിൽ നിന്ന് എന്റെ ശ്രദ്ധ പൂർണ്ണമായും മാറി. പെട്ടെന്ന് ആ മിററിലെ പ്രതിബിംബത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. പുറത്തേക്ക് നോക്കിയിരുന്ന അവൾ പതുക്കെ തല തിരിച്ചു. വളരെ പതുക്കെ, ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ. അവളുടെ കഴുത്ത് തിരിയുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. എന്റെ നേരെ മിററിലേക്ക് അവൾ മുഖം തിരിച്ചു. അവളുടെ കണ്ണുകൾ മിററിലൂടെ എന്റെ കണ്ണുകളുമായി ഉടക്കി. ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഭയം മൂലം അതിന് സാധിച്ചില്ല. അവളുടെ കണ്ണുകൾ, അതിൽ ജീവനില്ലായിരുന്നു. കറുത്ത കൃഷ്ണമണികൾക്ക് ചുറ്റും ചുവന്ന പാടുകൾ ഉണ്ടായിരുന്നു. ആ നോട്ടം എന്നെ ശൂന്യതയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ തോന്നി. അവൾക്ക് യാതൊരു ഭാവവുമില്ലായിരുന്നു. ദേഷ്യമോ സങ്കടമോ ഇല്ല. തീർത്തും നിർവികാരമായ മരവിച്ച ഒരു നോട്ടം. ഞാൻ മിററിൽ നിന്നും നോട്ടം മാറ്റി മുന്നിലെ റോഡിലേക്ക് നോക്കി. പക്ഷേ എന്റെ മനസ്സിൽ അവളുടെ ആ കണ്ണുകൾ മാത്രമായിരുന്നു. എനിക്ക് വണ്ടി നിർത്തി ഡോർ തുറന്ന് പുറത്തേക്ക് ഓടണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ ശരീരത്തിന് അനങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ കാലുകൾ ആക്സിലേറ്ററിൽ ഉറച്ചുപോയിരുന്നു. കൈകൾ സ്റ്റിയറിംഗിൽ ഒട്ടിപ്പിടിച്ചതുപോലെ. വണ്ടി പൂർണ്ണ വേഗതയിലാണ് മുന്നോട്ട് കുതിക്കുന്നത്. എനിക്ക് വണ്ടി നിർത്താനും ധൈര്യമില്ലായിരുന്നു. വണ്ടി നിർത്തിയാൽ തിരിഞ്ഞു നോക്കേണ്ടി വരും. തിരിഞ്ഞു നോക്കിയാൽ അവളെ നേരിട്ട് കാണേണ്ടിയും വരും. ആ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ മുന്നോട്ട് നോക്കി തന്നെ വണ്ടി ഓടിച്ചു. വണ്ടിക്കുള്ളിലെ തണുപ്പ് കൂടിക്കൂടി വരികയാണ്. എന്റെ പല്ലുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഞാൻ AC ഓഫ് ചെയ്തു. എന്നിട്ടും തണുപ്പിന് യാതൊരു കുറവുമില്ല. പിന്നിലെ സീറ്റിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നുമില്ല. ആ അമ്മയും മകനും നല്ല ഉറക്കത്തിലാണ്. തങ്ങളുടെ തൊട്ടടുത്ത് അപരിചിതയായ ജീവനില്ലാത്ത ഒരു രൂപം ഇരിക്കുന്നുണ്ടെന്ന് അവർ അറിയുന്നതേയില്ല. അവർക്കത് അനുഭവപ്പെടുന്നില്ലേ? എനിക്കറിയില്ല. എന്റെ കണ്ണുകൾ അറിയാതെ വീണ്ടും മിററിലേക്ക് പോയി. അവൾ ഇപ്പോഴും എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്, കണ്ണു ചിമ്മാതെ, അനങ്ങാതെ. അവളുടെ നോട്ടം എന്റെ തലച്ചോറിലേക്ക് തുളച്ചു കയറുന്നത് പോലെ. ഞാൻ വീണ്ടും റോഡിലേക്ക് നോട്ടം മാറ്റി. ആശുപത്രിയിലെത്താൻ ഇനി അരമണിക്കൂർ കൂടിയുണ്ട്. ആ അരമണിക്കൂർ ഒരു യുഗം പോലെയാണ് എനിക്ക് തോന്നിയത്. ഓരോ സെക്കൻഡും എന്റെ ജീവൻ പോകുന്നത് പോലെ.
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ യാത്രയായിരുന്നു അത്. കോയമ്പത്തൂർ നഗരം അടുക്കാറായി. റോഡിനിരുവശത്തും വഴിവിളക്കുകൾ കണ്ടു തുടങ്ങി. വെളിച്ചം കാറിനുള്ളിലേക്ക് വീണു. ഓരോ തവണ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം കാറിലേക്ക് വീഴുമ്പോഴും ഞാൻ മിററിലേക്ക് നോക്കും. വെളിച്ചത്തിൽ അവളെ കാണാൻ കഴിയില്ല. അപ്പോൾ ആ സീറ്റ് ശൂന്യമായിരിക്കും. വെളിച്ചം മാറി വണ്ടി വീണ്ടും ഇരുട്ടിലാകുമ്പോൾ അവൾ അവിടെ തെളിഞ്ഞു വരും, എന്നെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട്. അവളിൽ നിന്ന് ശബ്ദങ്ങളൊന്നും പുറത്തു വന്നില്ല. അവളൊന്നും ചെയ്യുന്നുമില്ലായിരുന്നു. അവൾ വെറുതെ അവിടെ ഇരിക്കുകയാണ്, എൻ്റെ ഭയം ആസ്വദിക്കുന്നത് പോലെ. നഗരത്തിലെ ട്രാഫിക്കിലേക്ക് വണ്ടി പ്രവേശിച്ചു. സിഗ്നലുകളിൽ ഞാൻ വണ്ടി നിർത്തി. ചുറ്റും ആളുകളുണ്ട്, മറ്റു വാഹനങ്ങളുണ്ട്. ഞാൻ പുറത്തേക്ക് നോക്കി. ആരെങ്കിലും എന്നെ സഹായിക്കാൻ വരുമോ എന്ന് ഞാൻ കൊതിച്ചു. പക്ഷേ ആരും എൻ്റെ വണ്ടിക്കുള്ളിലേക്ക് നോക്കിയില്ല. ഞാൻ വണ്ടിയുടെ വിൻഡോ ഗ്ലാസ് പകുതി താഴ്ത്തി. പുറത്തു നിന്നുള്ള കാറ്റ് കാറിനുള്ളിലേക്ക് കയറി. പക്ഷേ ആ കാറ്റിനും കാറിനുള്ളിലെ തണുപ്പ് മാറ്റാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ദൂരെ KG ആശുപത്രിയുടെ വലിയ ബോർഡ് ഞാൻ കണ്ടു. എൻ്റെ ജീവൻ തിരികെ കിട്ടിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ വണ്ടി വേഗത്തിൽ ആശുപത്രിയുടെ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് എടുത്തു. ആശുപത്രിയുടെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ നല്ല വെളിച്ചമുണ്ട്. അവിടെ ആളുകൾ നിൽപ്പുണ്ട്. ഞാൻ വണ്ടി കാഷ്വാലിറ്റിയുടെ എൻട്രൻസിൽ കൊണ്ടുപോയി നിർത്തി. വണ്ടിയുടെ എൻജിൻ ഞാൻ ഓഫ് ചെയ്തു. വണ്ടി നിന്നതും പിന്നിലിരുന്ന മകൻ ഉണർന്നു. അയാൾ വേഗം അമ്മയെ വിളിച്ചുണർത്തി. എത്തിയോ അണ്ണ? ഞാൻ നല്ല ഉറക്കമായി പോയി, അയാൾ പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഡ്രൈവർ സീറ്റിൽ അനങ്ങാതെ ഇരുന്നു. എൻ്റെ കൈകൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ, എത്തി സാർ, ഞാൻ ഒരുവിധം പറഞ്ഞു തീർത്തു. അയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അമ്മ മറുവശത്തെ ഡോർ തുറന്നാണ് പുറത്തിറങ്ങിയത്. അവർ രണ്ടുപേരും പുറത്തിറങ്ങിയപ്പോൾ കാറിന്റെ ഭാരം പെട്ടെന്ന് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഞാൻ സീറ്റ് ബെൽറ്റ് ഊരി കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. പുറത്തെ ചൂടുള്ള കാറ്റ് എൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ എനിക്ക് അല്പം ആശ്വാസം തോന്നി. അയാൾ പോക്കറ്റിൽ നിന്ന് ബാക്കി പണം എണ്ണി എൻ്റെ കയ്യിൽ തന്നു. വളരെ ഉപകാരമണ്ണ, ഇത്രയും പെട്ടെന്ന് എത്തുമെന്ന് കരുതിയില്ല, അയാൾ പറഞ്ഞു. ഞാൻ പണം വാങ്ങി പോക്കറ്റിലിട്ടു. അവരോട് ഒന്നും പറയാതെ ഞാൻ തിരികെ കാറിലേക്ക് കയറി. എത്രയും വേഗം ഇവിടെ നിന്നും പോകണം. ജനങ്ങളുള്ള വെളിച്ചമുള്ള എവിടെയെങ്കിലും പോയി നിൽക്കണം. ഞാൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ പോകുമ്പോഴാണ് അയാൾ എന്നെ പിന്നിൽ നിന്ന് വിളിച്ചത്. അണ്ണാ, ഒരു നിമിഷം. ഞാൻ നിന്നു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അയാളുടെ മുഖത്ത് ചെറിയൊരു സംശയവും ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു. എന്താ സാർ? ഞാൻ ചോദിച്ചു. അയാൾ ചുറ്റും നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി എന്നോട് ചോദിച്ചു, അണ്ണാ, വണ്ടിയിൽ വാളയാർ കഴിഞ്ഞതു മുതൽ പുറകിൽ വേറെ ആരെങ്കിലും ഇരിപ്പുണ്ടായിരുന്നോ? അയാളുടെ ചോദ്യം കേട്ട് ഞാൻ മരവിച്ചു പോയി. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചു. വേറൊന്നുമല്ല, ഞാൻ ഇറക്കി ഉറക്കത്തിൽ കണ്ണു തുറന്നിരുന്നു. അപ്പോൾ എൻ്റെ വലതുവശത്ത് തൊട്ടടുത്ത് ആരോ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. അമ്മയാണെന്ന് കരുതി നോക്കിയപ്പോൾ അമ്മ ഇടതുവശത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. വലതുവശം ശൂന്യമായിരുന്നു. പക്ഷേ അവിടെ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നി, ഒരു പെൺകുട്ടി ഇരിക്കുന്നത് പോലെ. എൻ്റെ തോന്നലായിരിക്കുമല്ലേ അണ്ണ? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അയാളോട് സത്യം പറയണമെന്നുണ്ടായിരുന്നു. അതെ, അവിടെ ഒരാളുണ്ടായിരുന്നു. അവൾ എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. എനിക്ക് ഭ്രാന്താണെന്ന് തോന്നും. ഇല്ല സാർ, നമ്മൾ 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സാറിന് തോന്നിയതാകും. ഉറക്കക്ഷീണവും ടെൻഷനും കൊണ്ടായിരിക്കും. ഞാൻ വളരെ പണിപ്പെട്ട് ശാന്തനായി പറഞ്ഞു. അതായിരിക്കും. ശരി അണ്ണാ, ഞാൻ പോയി നോക്കട്ടെ. അയാൾ അമ്മയ്ക്കൊപ്പം ആശുപത്രിയുടെ ഉള്ളിലേക്ക് നടന്നുപോയി. അവർ പോകുന്നത് നോക്കി ഞാൻ അവിടെ തന്നെ നിന്നു. എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഞാൻ അനുഭവിച്ചത് ഒരു തോന്നലല്ല, അയാൾക്കും അത് അനുഭവപ്പെട്ടിരുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്നു, സത്യമായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ തിരികെ കാറിലേക്ക് കയറി. ഡോർ വലിച്ചടച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഉടനെ തൃശ്ശൂരിലേക്ക് എത്തണം. ഈ നഗരം വിടണം. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് വണ്ടി റോഡിലേക്ക് ഇറങ്ങി. റോഡിൽ നല്ല വെളിച്ചമുണ്ട്. കുറച്ചു ദൂരം ഞാൻ വളരെ ശാന്തമായാണ് വണ്ടി ഓടിച്ചത്. പക്ഷേ ആ ആശ്വാസം അധിക നേരം നീണ്ടു നിന്നില്ല. വണ്ടി നഗരത്തിന്റെ വെളിച്ചം പിന്നിട്ട് വീണ്ടും LNT ബൈപ്പാസിന്റെ ഇരുട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആ തണുപ്പ് വീണ്ടും കാറിനുള്ളിൽ നിറയാൻ തുടങ്ങി. എൻ്റെ കണ്ണുകൾ വികസിച്ചു. ഞാൻ മെല്ലെ, വളരെ മെല്ലെ റിയർവ്യൂ മിററിലേക്ക് നോക്കി. അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, കൃത്യം അതേ സീറ്റിൽ, അതേ നോട്ടത്തോടെ. ഇത്തവണ അവളുടെ കണ്ണുകൾ കൂടുതൽ വ്യക്തമായിരുന്നു. ആ കണ്ണുകളിൽ എന്നോടുള്ള എന്തോ ഒരു ചോദ്യമുണ്ടായിരുന്നു. വണ്ടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു, ഇരുട്ടിലേക്ക്. ആ ഇരുമ്പ് വെട്ടിക്കുള്ളിൽ ഞാനും അവളും മാത്രം. പുറത്ത് ലോകം ഉറങ്ങുകയാണ്. എൻ്റെ വണ്ടിക്കുള്ളിലെ ഈ ഭീകരത ആരും അറിയുന്നില്ല.
ഞാൻ ബ്രേക്കിൽ കാലമർത്തി. ഇത്തവണ ഞാൻ നിർത്താൻ തന്നെ തീരുമാനിച്ചു. എന്തു വന്നാലും ശരി, ഇതിനൊരു അവസാനം കാണണം. അവളുടെ കണ്ണുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്ന് കണ്ടിട്ടേയില്ല. അതൊരു മനുഷ്യന്റെ കണ്ണുകളായിരുന്നില്ല. കണ്ണുനീരോ ഭാവങ്ങളോ ഇല്ലാത്ത വെറും ഐസ് കട്ടകൾ പോലെ വിളറിയ രണ്ട് ഗോളങ്ങൾ. അതിൽ എൻ്റെ ഭയം പ്രതിഫലിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ആക്സിലേറ്ററിൽ നിന്നും കാൽ പിൻവലിച്ചു. വണ്ടിയുടെ വേഗത കുറയാൻ തുടങ്ങി. വണ്ടി നിർത്തണം. ഈ കാറിൽ ഇനി എനിക്ക് 1 മീറ്റർ പോലും മുന്നോട്ട് പോകാനാവില്ല. എനിക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ചാടണം. ഈ ഇരുട്ടിലേക്ക്, ഈ ഏകാന്തതയിലേക്ക്, എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടണം. ഞാൻ ബ്രേക്കിലേക്ക് കാൽ മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ എൻ്റെ വലതുകാൽ അനങ്ങുന്നില്ല. അത് ആക്സിലേറ്ററിൽ തന്നെ ഉറച്ചു പോയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ കാൽ മുകളിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല. ആരോ എൻ്റെ വലതുകാലിൽ വലിയൊരു ഇരുമ്പുകുറ്റി വെച്ചു കെട്ടിയതുപോലെ എൻ്റെ മസിലുകൾ വലിഞ്ഞു മുറുകി. ഞാൻ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ച് മുന്നോട്ടാഞ്ഞു. ഇല്ല, കാലനക്കാൻ കഴിയുന്നില്ല. വണ്ടിയുടെ വേഗത കുറയുന്നില്ല. അത് ഒരേ വേഗതയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ഞാൻ വീണ്ടും മിററിലേക്ക് നോക്കി. അവൾ പതുക്കെ മുന്നോട്ട് ആഞ്ഞിരിക്കുകയാണ്. അവളുടെ മുഖം ഇപ്പോൾ എൻ്റെ സീറ്റിൻ്റെ തൊട്ടു പിന്നിലുണ്ട്. എന്താ എന്താ നിനക്ക് വേണ്ടത്? ഞാൻ സ്വരം താഴ്ത്തി ചോദിച്ചു. എൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് പുറത്തേക്ക് വന്നോ എന്ന് പോലും എനിക്കുറപ്പില്ല. അവളൊന്നും പറഞ്ഞില്ല. അവൾ വീണ്ടും എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ആ മിററിലെ കാഴ്ച മാറി. അവളുടെ മുഖമല്ല ഇപ്പോൾ ഞാൻ മുന്നിൽ കാണുന്നത്. മറ്റൊരു റോഡാണ്. അത് ഈ ഹൈവേ ആയിരുന്നില്ല. അത് കുതിരാൻകയറ്റമാണ്. ഞാൻ കുറെ മുമ്പ് കടന്നു വന്ന ആ വളവുകൾ. എൻ്റെ കാർ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ കാർ തന്നെ, സ്വിഫ്റ്റ് ഡിസയർ. വണ്ടിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. വലിയൊരു ലോറിയുടെ അടിയിലാണ് എൻ്റെ വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. ചില്ലുകൾ ചിതറിക്കിടക്കുന്നു. ബോണറ്റ് ചുരുങ്ങിപ്പോയി. ഇതെന്താണ്? ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ മിററിലേക്ക് സൂക്ഷിച്ചു നോക്കി. എൻ്റെ കണ്ണുകൾ വികസിച്ചു. എൻ്റെ ഹൃദയമിടിപ്പ് നിന്നുപോയതുപോലെ എനിക്ക് തോന്നി. ആ തകർന്ന കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ ഞാനുണ്ട്. രക്തത്തിൽ കുടിച്ച എൻ്റെ ശരീരം. എൻ്റെ തല സ്റ്റിയറിംഗിൽ ഇടിച്ചു കിടക്കുകയാണ്. കണ്ണുകൾ തുറന്നിരിക്കുന്നു. ജീവനില്ലാത്ത കണ്ണുകൾ. അത് ഞാനാണ്. ഞാൻ മരിച്ചിരിക്കുന്നു. ഇല്ല, ഇത് സത്യമല്ല. ഇത് വെറും ഒരു തോന്നലാണ്. എൻ്റെ മനസ്സെന്നെ ചതിക്കുന്നതാണ്. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. തല ശക്തിയായി കുടഞ്ഞു. എന്നിട്ട് വീണ്ടും കണ്ണു തുറന്നു. മിററിലെ കാഴ്ച പഴയപടിയായി. അവളിപ്പോഴും എൻ്റെ പിന്നിൽ തന്നെയുണ്ട്, എന്നെ തന്നെ നോക്കിക്കൊണ്ട്. അവളുടെ ചുണ്ടുകളിൽ ഇപ്പോൾ വളരെ നേരിയൊരു പുഞ്ചിരിയുണ്ട്. ഒരു വിജയിയുടെ ചിരി. അവൾ എനിക്ക് കാണിച്ചു തരികയാണ് ഞാൻ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്ന്. അവൾ എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണ്. എന്തിനാണ്? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എൻ്റെ വണ്ടി തട്ടി ആരും ഇന്നവരെ മരിച്ചിട്ടുമില്ല. പിന്നെ അവൾ എന്തിനാണ് എന്നെ? ദൈവമേ, എന്നെ രക്ഷിക്കണേ. ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു പോയി. ഞാൻ അമ്പലത്തിൽ പോകാറില്ല, പ്രാർത്ഥിക്കാറുമില്ല. പക്ഷെ ആ നിമിഷം എൻ്റെ ചുണ്ടുകൾ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അവളുടെ പുഞ്ചിരി മാഞ്ഞു. മുഖം വികൃതമാകാൻ തുടങ്ങി. കണ്ണുകൾ കൂടുതൽ വലുതായി. വായ പതുക്കെ തുറന്നു. അതിനുള്ളിൽ ഇരുട്ട് മാത്രമായിരുന്നു. അവൾ കൈകൾ മുന്നോട്ട് നീട്ടി. മെലിഞ്ഞ വിളറിയ കൈകൾ. ആ കൈകൾ എൻ്റെ സീറ്റിന് ഇരുവശത്തും കൂടി മുന്നോട്ട് വന്നു. എന്നിട്ട് അവ എൻ്റെ കഴുത്തിന് നേരെ നീണ്ടു. വേണ്ട, പ്ലീസ്, എന്നെ കൊല്ലരുത്. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അവളുടെ തണുത്ത വിരലുകൾ എൻ്റെ കഴുത്തിൽ സ്പർശിച്ചു. ആ സ്പർശനം അതൊരു ഷോക്ക് അടിക്കുന്നത് പോലെയായിരുന്നു. എൻ്റെ ശരീരം ആകെ ഉറച്ചു. കാഴ്ച മങ്ങി. റോഡിലെ വെളിച്ചമില്ലാതായി. എങ്ങും ഇരുട്ട് മാത്രം. എൻ്റെ കാൽ പെട്ടെന്ന് സ്വതന്ത്രമായി. ഞാൻ സർവ്വശക്തിയുമെടുത്ത് ബ്രേക്കിൽ ചവിട്ടി. സ്റ്റിയറിംഗ് എൻ്റെ കയ്യിൽ നിന്നും തെന്നി മാറി. വണ്ടി റോഡിലൂടെ തെന്നി നീങ്ങി. വലിയ ശബ്ദത്തോടെ അത് പാതയോരത്തെ ബാരിക്കേഡിൽ ചെന്നിടിച്ചു നിന്നു. എൻ്റെ തല മുന്നോട്ടാഞ്ഞു. പക്ഷേ സീറ്റ് ബെൽറ്റ് എന്നെ തടഞ്ഞു നിർത്തി. വലിയൊരാഘാതം. എൻ്റെ നെഞ്ചുവല്ലാതെ വേദനിച്ചു. എല്ലാം നിശബ്ദമായി. വണ്ടിയുടെ എഞ്ചിൻ ഓഫായി. ലൈറ്റുകൾ അണഞ്ഞു. കാറിനുള്ളിൽ കനത്ത അന്ധകാരം മാത്രം. ഞാൻ മെല്ലെ കണ്ണു തുറന്നു. തല കറങ്ങുന്നുണ്ടായിരുന്നു. നെഞ്ചിലെ വേദന കുറയുന്നില്ല. ഞാനൊരു ശ്വാസം വലിച്ചു വിട്ടു. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. ഞാൻ പതുക്കെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. പിൻസീറ്റ് ശൂന്യമായിരുന്നു. അവൾ അവിടെയില്ല. കാറിനുള്ളിലെ തണുപ്പും മാറിയിരിക്കുന്നു. എല്ലാം സാധാരണ നിലയിലായിരിക്കുന്നു. ഞാൻ ഡാഷ്ബോർഡിൽ തപ്പി ഫോൺ എടുത്തു. അതിലെ ടോർച്ച് ഓൺ ചെയ്തു. കാറിനുള്ളിൽ വെളിച്ചം വീണു. ഞാൻ കാറിൻ്റെ മുക്കും മൂലയും നോക്കി. ആരുമില്ല. ഞാൻ വേഗം ഡോർ തുറന്ന് പുറത്തിറങ്ങി. റോഡിൽ വേറെ വണ്ടികളൊന്നുമില്ല. ഞാൻ കാറിൻ്റെ മുൻവശത്തേക്ക് പോയി നോക്കി. ബാരിക്കേഡിൽ ഇടിച്ചതുകൊണ്ട് ബമ്പർ അല്പം തകർന്നിട്ടുണ്ട്.
ലൈറ്റുകൾ പൊട്ടിയിട്ടില്ല. വണ്ടി ഓടിക്കാൻ കഴിയുന്ന കണ്ടീഷനിലാണ്. പക്ഷേ ഈ വണ്ടിയിൽ കയറാൻ എനിക്കിനി ധൈര്യമില്ല. ഞാൻ റോഡരികിൽ തന്നെ നിന്നു. എൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ലായിരുന്നു. ആരെയും വിളിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ഭയം എന്നെ വിട്ടുമാറുന്നില്ല. അവൾ വീണ്ടും വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അവളെ കണ്ടതാണ്. എൻ്റെ മരണം അവൾ എനിക്ക് കാണിച്ചു തന്നതാണ്. അല്പം കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ഒരു ലോറി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ കൈ കാണിച്ചു. ലോറി എൻ്റെ അടുത്ത് വന്ന് നിന്നു. ഡ്രൈവർ തല പുറത്തിട്ട് എന്നെ നോക്കി. എന്തു പറ്റി ഭായി, വണ്ടി ഇടിച്ചോ? അയാൾ ചോദിച്ചു. അതെ ഭായി, പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല. എന്നെ ഒന്ന് ഹൈവേയിലാക്കാമോ? ഇവിടെ ഫോണിന് റേഞ്ച് ഇല്ല, ഞാൻ പറഞ്ഞു. എൻ്റെ ശബ്ദത്തിലെ ഇടർച്ച പ്രകടമാകാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. അയാൾ എന്നെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മുഖത്തെ ഭയം അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. കയറ് ഭായി, അയാൾ ഡോറ് തുറന്നു തന്നു. ഞാൻ വേഗം ലോറിയിൽ കയറി. എൻ്റെ കാർ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇനി ഒരിക്കലും ആ കാറിലേക്ക് ഞാൻ തിരികെ പോകില്ല. എനിക്ക് ജീവനാണ് വലുത്. ലോറി മുന്നോട്ട് നീങ്ങി. ഞാൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. എൻ്റെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ ഭായി ഇങ്ങനെ വിയർക്കുന്നത്? നല്ലപോലെ പേടിച്ച മട്ടുണ്ടല്ലോ, ഡ്രൈവർ ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ അയാളും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ റോഡിൽ ഇതൊക്കെ പതിവായി. ഇവിടെ രാത്രി പലർക്കും പലതും തോന്നും. ചിലപ്പോൾ ശരിക്കും ഉള്ളതാകും, ചിലപ്പോൾ തോന്നലാകും. എന്നാലും ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം, അയാൾ പറഞ്ഞു. ഞാൻ അയാളെ നോക്കി. അയാൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമായിരിക്കുമോ? ഭായ്, ഈ റൂട്ടിൽ വല്ല പെൺകുട്ടിയും? ഞാൻ പൂർത്തിയാക്കുന്നതിന് മുമ്പേ അയാൾ പറഞ്ഞു. അറിയാം ഭായ്, അവളെക്കുറിച്ച് പല ഡ്രൈവർമാരും പറയാറുണ്ട്. LNT ബൈപ്പാസിലെ ഒരു സ്ഥിരം കാഴ്ചയാണവൾ. പണ്ടേതോ ഒരു ടാക്സിക്കാരൻ കൊന്നു തള്ളിയതാ ആ കുട്ടിയെ. രാത്രി കാർ കേടായി നിന്നപ്പോൾ ലിഫ്റ്റ് ചോദിച്ചു കയറിയതാ. അവൾക്കിപ്പോഴും ടാക്സിക്കാരോട് വല്ലാത്ത ദേഷ്യമാ. ടാക്സി വണ്ടികളിൽ കയറി ഡ്രൈവർമാരെ പേടിപ്പിക്കും. ചിലർ ആക്സിഡന്റായി മരിക്കും, ചിലർ ഭ്രാന്തന്മാരെ പോലെ വണ്ടി ഓടിക്കും. അയാളുടെ വാക്കുകൾ കേട്ടിട്ട് എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഞാൻ കണ്ടതൊക്കെ സത്യം തന്നെയാണ്. അവൾ എന്നെ കൊല്ലാൻ വന്നതിന് അവൾക്കൊരു കാരണവുമുണ്ട്. ഭായ്, അവളെ കണ്ടോ? അയാൾ വീണ്ടും ചോദിച്ചു. ഞാൻ പതിയെ തലയാട്ടി. അയാൾ എൻ്റെ തോളിൽ തട്ടി. നിങ്ങൾ ഭാഗ്യവാനാ ഭായ്, ജീവനോടെ രക്ഷപ്പെട്ടല്ലോ. ഞാൻ മിണ്ടിയില്ല. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ ഞാൻ രക്ഷപ്പെട്ടത്, അതോ അവൾ എന്നെ വെറുതെ വിട്ടതാണോ? എനിക്കറിയില്ല. ലോറി കോയമ്പത്തൂർ ഹൈവേയിലെത്തി. ഞാൻ അവിടെ ഇറങ്ങി. തൃശ്ശൂരിലേക്കുള്ള ആദ്യത്തെ ബസ്സിൽ ഞാൻ കയറി. വഴിയരികിൽ കിടന്ന എൻ്റെ കാർ പിന്നീട് പോലീസുകാരാണ് കണ്ടെത്തിയത്. വണ്ടിക്ക് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ബ്രേക്കുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആക്സിലേറ്റർ ജാമായിട്ടുമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് രാത്രി എൻ്റെ കാൽ അവിടെ ഉറച്ചുപോയത്? ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 വർഷമായി. ഞാൻ പിന്നെ ഒരിക്കലും ആ റൂട്ടിൽ രാത്രി വണ്ടി ഓടിച്ചിട്ടില്ല. എൻ്റെ ആ പഴയ സ്വിഫ്റ്റ് ഞാൻ വിറ്റു. പുതിയൊരു കാർ വാങ്ങി. പക്ഷെ ഇന്നും രാത്രി വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ കാറിലെ റിയർ വ്യൂ മിറർ ഞാൻ മുകളിലേക്ക് തിരിച്ചു വയ്ക്കും. എനിക്ക് പിന്നിലെ ആ സീറ്റ് എനിക്ക് കാണണ്ട. അവിടെ ആരുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ചിലപ്പോൾ എൻ്റെ കാറിലെ AC തണുപ്പ് പെട്ടെന്ന് കൂടാറുണ്ട്. അപ്പോൾ വണ്ടിയുടെ വലതുവശത്ത് ചെറിയൊരു ഭാരം അനുഭവപ്പെടും. ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. പകരം വണ്ടിയുടെ വേഗത കുറയ്ക്കും. റേഡിയോയുടെ വോളിയം കൂട്ടും. എൻ്റെ മുന്നിലെ റോഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. കാരണം എനിക്കറിയാം അവൾ കൂടെയുണ്ടെന്ന്. അവൾ എപ്പോഴാണ് അടുത്ത നീക്കം നടത്തുന്നതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, രാത്രികാലങ്ങളിലെ യാത്രകളിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമുക്കൊപ്പം കാണാത്ത പല യാത്രക്കാരും ഉണ്ടാകും. അവരുടെ ലക്ഷ്യമെന്താണെന്ന് നമുക്കറിയില്ല. അവർ അവരുടെ യാത്ര അവസാനിപ്പിക്കുന്നത് എവിടെയാണെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് രാത്രി വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങളുടെ റിയർ വ്യൂ മിററിലേക്ക് വെറുതെ ഒന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും അവിടെ ഉണ്ടായേക്കാം. നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട്, ഒരു ജീവനില്ലാത്ത നോട്ടത്തോടെ.